സാഗർ ഹരിയുടെ സംവിധാനത്തിൽ ഇന്ദ്രൻസ്, മുരളി ഗോപി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കിയെടുത്ത ചിത്രമാണ് കനകരാജ്യം. ഒരു പട്ടാളക്കാരനാകണമെന്ന് തീവ്ര ആഗ്രഹമുണ്ടായിരുന്ന രാമനാഥൻ തൻ്റെ ശരീരം ഒരു വിലങ്ങുതടിയാണെന്ന് മനസ്സിലാകുന്നു. എന്നിരുന്നാലും തൻ്റെ ആഗ്രഹത്തിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്ന രാമനാഥൻ മിലിറ്ററിയിലെ കുക്കാവുന്നു. എന്നാൽ ഇപ്പോൾ രാമനാഥൻ ഒരു ജ്വല്ലറിയിലെ സെക്യൂരിറ്റിയാണ്. രാജ്യത്തിന് കാവൽ നിൽക്കുന്ന അതേ ആവേശത്തിലാണ് ജ്വല്ലറിക്ക് അദ്ദേഹം കാവൽ നിൽക്കുന്നത്. ഏവർക്കും പ്രിയപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. പിന്നീട് രാമേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. സിനിമയുടെ ആദ്യ പോസിറ്റീവ് എന്ന് പറയാവുന്നത് ഇന്ദ്രൻസ്, മുരളി ഗോപി, രാജേഷ് ശർമ്മ എന്നീ 3 പേര് തന്നെയാണ്. ആദ്യ അവസാനം വരെ സിനിമയുടെ ഒഴുക്കിനനുസരിച്ച് തങ്ങളുടെ കഥാപാത്രങ്ങളെ അവർ മനോഹരമാക്കി. ഇന്ദ്രൻസ് എന്ന നടന്റെ കഴിവുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെ ഞെട്ടിച്ചത് മുരളി ഗോപിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ജീവിതം എങ്ങനെയൊക്കെ തന്നെ തകർക്കാവോ അങ്ങനെയൊക്കെ അദ്ദേഹത്തെ തകർത്തു കഴിഞ്ഞു. ഒരുപക്ഷെ പലരുടെയും ജീവിതം കോർത്തിണക്കാവുന്ന ഒരു കഥാപാത്രം കൂടിയാണ് മുരളി ഗോപിയുടേത്. വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം അത് ചെയ്തു. ഇമോഷണൽ സീനുകളിൽ അദ്ദേഹം പ്രത്യേകിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. കാണുന്ന പ്രേക്ഷകന് അത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് രാജേഷ് ശർമ്മ അവതരിപ്പിച്ചത്. ഒരുപക്ഷെ ചിലർക്ക് ഓവറായിട്ട് തോന്നാം. ഒരു നാടകശൈലി അദ്ദേഹത്തിന്റെ അവതരണത്തിൽ പ്രകടമായേക്കാം. എന്നിരുന്നാലും മുരളി ഗോപിക്കൊപ്പം കട്ടയ്ക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാം. ഇവരെ കൂടാതെ ചിത്രത്തിൽ കോട്ടയം രമേഷ്, ലിയോണ ലിഷോയ്, ദിനേശ് പ്രഭാകർ, ശ്രീജിത്ത് രവി, ജോളി ചിറയത്ത് തുടങ്ങിയവരും ശ്രദ്ധേയമായ വേഷം ചെയ്യുന്നു. സാഗർ ഹരിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ആദ്യ പകുതി തരക്കേടില്ലാതെ കടന്നുപോയപ്പോൾ രണ്ടാം പകുതി സിനിമ ഒരു സീരിയൽ രൂപത്തിലേക്ക് മാറുന്നു. എന്നാൽ അവസാനത്തോടടുക്കുമ്പോൾ അത് മാറുന്നുമുണ്ട്. അരുൺ മുരളീധരനാണ് ചിത്രത്തിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു പാട്ടോടു കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. അതൊക്കെ നല്ല രീതിക്ക് തന്നെ അദ്ദേഹം ചെയ്തു. എന്നാൽ രണ്ടാം പകുതിയിൽ എത്തിയപ്പോൾ പശ്ചാത്തല സംഗീതത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായ പോലെയാണ് അനുഭവപ്പെട്ടത്. രണ്ടാം പകുതിയിൽ ലാഗ് അനുഭവപ്പെടുന്നതിൽ സംഗീതത്തിനും ഒരു പങ്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ചിലയിടങ്ങളിൽ കുറച്ച് ഓവറായ പോലെ തോന്നാം പലരുടെയും അഭിനയം. എന്നിരുന്നാലും ഒരു ഡ്രാമ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് തന്നെയാണ് ചിത്രം നീങ്ങുന്നത്. പലയിടങ്ങളിലും ചെറിയ രീതിയിലുള്ള ലാഗ് അനുഭവപ്പെട്ടേക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ ഫാമിലി ഡ്രാമ ഒക്കെ എടുക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാട് പിടിച്ചൊരു കാര്യം തന്നെയാണ്. ലാഗ് എന്നത് ഒരു കോമൺ കാര്യമായി. ഒന്ന് ചെറുതായിട്ടൊന്ന് സിനിമയിൽ അനുഭവപ്പെട്ടാൽ അത് മതി കാണുന്നവർക്ക് ലാഗ് അനുഭവപ്പെടാൻ. അതിലുപരി ഇത്തരം സിനിമകളുടെ കാഴ്ചക്കാരും കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. സംവിധായകനെ സംബന്ധിച്ച് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്തരം ജോണറിലുള്ള സിനിമകൾ വിജയിപ്പിക്കുക എന്നുള്ളത്. തമാശയ്ക്ക് ചിത്രത്തിൽ ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ സിനിമയെ സമീപിക്കുമ്പോൾ ട്രെയിലറിൽ നിന്നും ടീസറിൽ നിന്നും വ്യക്തമായതുപോലെ ഒരു ഇമോഷണൽ റൈഡ് തന്നെയാണ് സിനിമ നൽകുന്നത്. ഇതിൽ സിനിമയെ താഴാതെ പിടിച്ചു നിർത്തുന്നത് അഭിനയം തന്നെയാണ്. അതിനൊപ്പം പലരും കടന്നുപോയ അവസ്ഥ. എന്നാൽ അതിനെ മറികടക്കാൻ നമ്മൾ എടുക്കേണ്ട മാർഗം അതാണ് പ്രധാനം. സിനിമകൾ തിയേറ്ററിൽ ആസ്വദിക്കാനാണ് തയ്യാറാക്കുന്നത്. ഇത് നിങ്ങളുടെ രുചിക്കനുസരിച്ചൊരു സിനിമയായി തോന്നുന്നുവെങ്കിൽ തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക. തിയേറ്ററിൽ കാണാനുള്ള ചേരുവകൾ എല്ലാം ഒരുക്കി തന്നെയാണ് സംവിധായകൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത്.